അപ്പൊ ആക്ടിവിറ്റീസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഈസിയസ്റ്റ് മെത്തേഡാണ് ബാർ ചാർട്ട് എന്ന് പറഞ്ഞു. ഇനി ആക്ടിവിറ്റികളുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് ഞാൻ പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് ആൻ ആക്ടിവിറ്റി. EST എന്നാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഏർലിയസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നേരത്തെ, സ്റ്റാർട്ട് തുടങ്ങുക, ടൈം സമയം. അപ്പോൾ ഒരു ആക്ടിവിറ്റി ഏറ്റവും നേരത്തെ എപ്പോൾ തുടങ്ങാം അതിനെയാണ് എന്തെന്ന് പറയാ, earliest start time. And what is definition is, it is the earliest time at which the activity can start, given that all the preceding activities are complete first. ഇതിനു മുമ്പുള്ള എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റിനെ ഏറ്റവും നേരത്തെ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതിന് പറയുന്ന പേരാണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ നിങ്ങൾ പടവ് ഏറ്റെടുത്തിട്ടുണ്ട്, മേസൺറി വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വർക്ക് തരുന്ന ആളോട് പറയാണ്, എന്ന് എനിക്ക് ആ വർക്ക് തുടങ്ങാൻ പറ്റും, എന്റെ മേസൺറി വർക്ക് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന വർക്കാണ്, അത് എന്ന് എനിക്ക് തുടങ്ങാൻ പറ്റും. അപ്പൊ അയാൾ പറയും, അതിനു മുന്നേ ഇന്ന വർക്കുകളൊക്കെ തീരാനുണ്ട്, അതൊക്കെ ഏകദേശം ഒരു 20 ദിവസം കൊണ്ട് തീരാൻ പറ്റും. അപ്പൊ ആ ഒരു 20 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേസൺറി വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആ ഒരു ടേം ആണ്, അതായത് ഏറ്റവും നേരത്തെ എന്ന് എന്റെ വർക്ക് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഏറ്റവും നേരത്തെ എപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നതിനെ പറയുന്ന പേരാണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ടിങ് time or earliest start time, EST of an activity. Then earliest finish time എന്ന് പറഞ്ഞാലോ, it is the earliest time at which an activity can be completed. നമ്മൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈമിൽ ആ വർക്ക് നമുക്ക് തീർക്കാൻ പറ്റും. സോ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം എന്താണെന്നും ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം എന്താണെന്നും നമുക്ക് ഒരു ഇക്വേഷൻ വഴി റെപ്രസെന്റ് ചെയ്താൽ, ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം ഈസ് ഈക്വൽ ടു earliest starting time plus duration, where D is duration of the activity. Okay, equation നമ്മൾ എന്ത് മനസ്സിലാക്കണം, earliest finishing time. earliest finishing time എന്നോട് ഉദ്ദേശിക്കുന്നത് ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമിൽ തുടങ്ങി അതിന് ടോട്ടൽ ആക്ടിവിറ്റിക്ക് എടുക്കുന്ന ഡ്യൂറേഷൻ കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ അവസ്ഥയാണ് ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 22ാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം കിട്ടി, 22ാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് പടവ് തുടങ്ങാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കണക്ക് പ്രകാരം ആ പടവിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ 20 days ആണ്. സോ 20 ദിവസം പണി നടത്തി ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമിൽ തുടങ്ങിക്കൊണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 42ാമത്തെ ദിവസം നിങ്ങൾക്ക് വർക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി തുടങ്ങാൻ പറ്റുന്ന പരമാവധി നേരത്തെയുള്ള സമയത്തിന് ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയും. ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമിൽ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനോട് ഡ്യൂറേഷനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം നമുക്ക് ലഭിക്കും. ഓക്കെ, ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. എ പ്രോജക്റ്റ് കൺസിസ്റ്റ് ഓഫ് 2 activities A and B. ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആണെന്ന് വിചാരിക്കുക, അതിൽ 2 ആക്ടിവിറ്റിനെ മാത്രം കൺസിഡർ ചെയ്യുക. വിച്ച് ക്യാൻ സ്റ്റാർട്ട് അറ്റ് ദ സെയിം ടൈം. 2 ആക്ടിവിറ്റിയും നമുക്ക് ഒരേ സമയം തുടങ്ങാൻ സാധിക്കും. ദ ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റീസ് A and B ആർ 4 weeks and 7 weeks റെസ്പെക്റ്റീവ്ലി. എയും ബിയും 2 ആക്ടിവിറ്റികളാണ്, രണ്ടും ഒരേ ദിവസം തന്നെ തുടങ്ങാൻ പറ്റും. എയുടെ സമയം 4 ആഴ്ചയാണ്, ബി എന്ന ആക്ടിവിറ്റിയുടെ സമയം 7 ആഴ്ചയാണ്. അതായത് ആ പെർട്ടിക്കുലർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനിക്കാൻ 4 ആഴ്ചയും ബി എന്ന ആക്ടിവിറ്റി തുടങ്ങിയാൽ അവസാനിക്കാൻ 7 ആഴ്ചയും ടോട്ടൽ ഡ്യൂറേഷൻ എടുക്കും. എങ്കിൽ കൺസ്ട്രക്ട് ദ നെറ്റ്വർക്ക് ഓഫ് ദ പ്രോജക്ട്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ബാർ ചാർട്ട് ഇഫ് ദ ആക്ടിവിറ്റീസ് ആർ ടു സ്റ്റാർട്ട് ഓൺ ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. ഒന്ന് പറഞ്ഞിട്ടുള്ളത് അതിന്റെ നെറ്റ്വർക്ക് ഫോം ചെയ്യാനും, രണ്ടാമത്തത് പറഞ്ഞിട്ടുള്ളത് ഈ നെറ്റ്വർക്ക് ബേസ് ചെയ്തിട്ട് 2 ആക്ടിവിറ്റികളും ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, അതായത് പരമാവധി നേരത്തെ തുടങ്ങാൻ പറ്റുന്നതിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവയുടെ ബാർ ചാർട്ട് എങ്ങനെയായിരിക്കും എന്ന് നോക്കാനാണ്. ആദ്യം കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം, പക്ഷെ ഇത് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോ 3 ഇവന്റുകളാണ് ഞാൻ ആദ്യം ഇതിൽ കാണിച്ചത്, 1, 2, 3. അതിൽ 2 ആരോ മാർക്കുകൾ ഞാൻ വരച്ചു. ആരോ മാർക്ക് റെപ്രസെന്റ് വാട്ട്? ആക്ടിവിറ്റി.
ആൻഡ് ഡമ്മി ആരോ കൂടെ വരച്ചു. ഇനി ഞാൻ ആ ആക്ടിവിറ്റീസിനെ മാർക്ക് ചെയ്യാണ്. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 ആക്ടിവിറ്റീസ് ഉണ്ട്. അവ രണ്ടും ഒരു കോമൺ ഇവന്റിൽ നിന്ന് തുടങ്ങൽ നിർബന്ധമാണ്, കാരണം അതൊരു സ്റ്റാർട്ടിങ് ഇവന്റ് ആണ്. പ്രോജക്റ്റ് അവസാനിക്കുന്നുണ്ട് അതോടുകൂടി, അതൊരു എൻഡിങ് ഇവന്റിൽ അവസാനിക്കുകയും വേണം. സോ എയും ബിയും ഉണ്ട്, പക്ഷേ എയിൽ നിന്നും പ്രോജക്റ്റ് അവസാനിക്കുന്ന എൻഡിങ് ആക്ടിവിറ്റിയിലോട്ട് കൊണ്ടുപോകാൻ എൻഡിങ് ഇവന്റിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഡെമ്മി ആരോ വെച്ച് ഞാൻ അതിനെ കണക്ട് ചെയ്തു. എ ആക്ടിവിറ്റി വിൽ ടേക്ക് 4 week ടൈം, ബി ആക്ടിവിറ്റി വിൽ ടേക്ക് 7 week ടൈം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവന്റ് 1, ഒന്നാമത്തെ ഇവന്റ് 0-ൽ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഏറ്റവും തുടക്കത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ആക്ടിവിറ്റി എ അവസാനിക്കുന്ന ഇവന്റ് ആയ 2, എ എന്നുള്ള ആക്ടിവിറ്റി അവസാനിക്കുന്ന ഇവന്റ് ആയ 2 എപ്പോഴായിരിക്കും ഉണ്ടാവുക? 4ാമത്തെ ദിവസം അല്ലേ? 0 എന്നുള്ള ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ എ എന്നുള്ള ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 4 ആഴ്ചയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 എന്നുള്ള ഇവന്റ് സംഭവിക്കുന്നത് 4 ആഴ്ച കഴിയുമ്പോഴായിരിക്കും. അതേസമയം ഇവന്റ് 3യോ, ഇവന്റ് 3 എന്നാണ് കഴിയുക? ഇറ്റ് വിൽ ടേക്ക് 7 weeks ടൈം. കാരണം എന്താ? ഇവന്റ് 3 എന്നുള്ള സംഭവിക്കണമെങ്കിൽ ആക്ടിവിറ്റി ബി ഹാസ് ടു കംപ്ലീറ്റ് അല്ലേ? ആക്ടിവിറ്റി ബി കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഇവന്റ് 3 സംഭവിക്കുകയുള്ളൂ. ഇവന്റ് 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എൻഡിങ് ഇവന്റ് ആണ്, ഫിനിഷിംഗ് ഇവന്റ് ആണ്. അപ്പൊ ആക്ടിവിറ്റി എ കഴിഞ്ഞിട്ട് വീണ്ടും 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷമേ ആക്ടിവിറ്റി ബി അവസാനിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവന്റ് 3 സംഭവിക്കുകയുള്ളൂ. അപ്പോ ആക്ടിവിറ്റി എ കഴിഞ്ഞ് 3 ദിവസം ഫ്രീ ടൈം കിട്ടും എന്നുള്ളത് ശരിയാണ്. പക്ഷെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ 7 weeks ടൈം എടുക്കും. അപ്പൊ അതിന്റെ ബാർ ചാർട്ട് നമ്മളൊന്ന് വരച്ചു നോക്കിയാലോ. നമ്മൾ നെറ്റ്വർക്ക് ഉണ്ടാക്കി. ലെറ്റ് സി ഹൗ വി ക്യാൻ റെപ്രസെന്റ് ദ ആക്ടിവിറ്റീസ് ഓൺ ദ ബാർ ചാർട്ട്. സി, ഇവിടെ ഫസ്റ്റ് ഞാൻ ഗ്രീൻ ബാറിൽ കാണിച്ചിട്ടുള്ളത് ആക്ടിവിറ്റി എ ആണ്. ഈ ഓറഞ്ച് ബാറിൽ കാണിച്ചിട്ടുള്ളത് ആക്ടിവിറ്റി ബി ആണ്. ആൻഡ് ബോത്ത് ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ നിന്നും 2 ആക്ടിവിറ്റി ഒരുമിച്ച് തുടങ്ങാൻ സാധിക്കും. ആൻഡ് ആക്ടിവിറ്റി എ ഈ 4ാമത്തെ ആഴ്ചയിൽ അവസാനിക്കും. ആൻഡ് ആക്ടിവിറ്റി ബി വിൽ എൻഡ് ഓൺ ദ 7th week, 7ാമത്തെ ആഴ്ച ഇത് തമ്മിൽ അവസാനിക്കും. ആൻഡ് ദർ ഇസ് എ ടൈം ബിറ്റ്വീൻ ദ ഫിനിഷിങ്സ് ഓഫ് എ ആൻഡ് ബി. അപ്പോ ആക്ടിവിറ്റി എ എന്നുള്ളത് ഇവന്റ് 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 2ഉം. ഇത് 2 എന്നുള്ള ഇവന്റിൽ എൻഡ് ചെയ്യുന്നു, ഇത് 3 എന്നുള്ള ഇവന്റിൽ എൻഡ് ചെയ്യുന്നു. പക്ഷെ ടോട്ടൽ പ്രോജക്റ്റ് അവസാനിക്കണമെങ്കിൽ ഈ 3 എന്നുള്ള ഇവന്റ് നടക്കണം. ഓക്കെ, അപ്പോ നമ്മൾ ഇവ തമ്മിൽ ഒരു ഡെമ്മി ആക്ടിവിറ്റി വെച്ച് കണക്ട് ചെയ്യുന്നു. അതായത് ഇവ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് കാണിക്കുന്നു. നമ്മളൊരു റണ്ണിങ് റേസിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരു 5 പേര് ഉള്ള ഒരു ഓട്ടോ മത്സരത്തിൽ നിൽക്കാന്ന് വിചാരിക്കുക. ആദ്യത്തെ 4 പേരും ഓടി വന്നു, 5ാമത്തെ ആള് നടന്നു വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ. ഈ റണ്ണിങ് റേസ് എപ്പോഴാ കംപ്ലീറ്റ് ആവുക? ഈ 5ാമത്തെ ആള് ഫുൾ റൗണ്ട് ഓടി തീർത്തും, അല്ലെങ്കിൽ അയാൾ നിർത്തി പോണം. അയാൾ ഫുൾ റൗണ്ട് ഓടി വരിക എന്നുണ്ടെങ്കിൽ ആ ഫുൾ റൗണ്ട് ഓടി തീരുവോളം ആ റണ്ണിങ് റേസ് ഓൺ തന്നെയാണ്, ഓഫ് ആയിട്ടില്ല. അപ്പോ ആദ്യം തീരുന്ന ആക്ടിവിറ്റീസ് അത് ആദ്യം തീരും, പക്ഷെ റണ്ണിങ് റേസ് അവസാനിച്ചോ? ഇല്ല. അപ്പൊ ഏറ്റവും അവസാനം തീരുന്ന ആക്ടിവിറ്റി ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ടോട്ടൽ റണ്ണിങ് റേസ് എങ്ങനെയാണെന്ന് പറഞ്ഞ പോലെ ടോട്ടൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന്റെ സമയവും ബാധിക്കുന്നത്. അപ്പൊ ഇവിടെ ആക്ടിവിറ്റി എ നേരത്തെ കഴിഞ്ഞു, പക്ഷേ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് കഴിഞ്ഞില്ല. ആക്ടിവിറ്റി ബി കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ ആക്ടിവിറ്റി എയും ആക്ടിവിറ്റി ബിയും എൻഡ് ചെയ്യുന്നത് ഒരേ ഇവന്റിലായിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോ ആക്ടിവിറ്റി എ നേരത്തെ കഴിഞ്ഞാൽ ശരി, അതിൽ നിന്നും ഒരു ഡെമ്മി ആക്ടിവിറ്റി വഴി ആക്ടിവിറ്റിനെ ബിന്റെ എൻഡിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നു. അപ്പൊ ഈ ബാർ ചാർട്ടിൽ നിന്നും നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എ നേരത്തെ തീരുന്നു, ബി പിന്നീട് തീരുന്നുള്ളൂ, അത് കഴിഞ്ഞ് 3 ആഴ്ച ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ടേം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഓഫ് ആൻ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം അറ്റ് വിച്ച് ആൻ ആക്ടിവിറ്റി മസ്റ്റ് ബി കംപ്ലീറ്റഡ് ടു അവോയ്ഡ് ഡിലേ ഇൻ ദ പ്രോജക്ട് കംപ്ലീഷൻ. പ്രോജക്റ്റിന്റെ കംപ്ലീഷനെ ബാധിക്കാതെ. ഇപ്പോ നിങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ പോവാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് നിങ്ങൾ പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മേസൺറി വർക്ക്, അവിടുത്തെ വീടിന്റെ പടവ് നിങ്ങൾ ഏറ്റെടുക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ലേശം ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ കാശില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണിക്കാര്
ഇവിടുന്ന് നാട് വിട്ടു പോയിട്ടുണ്ട്, അവർ വരാനുണ്ട്. അവർ തിരിച്ചു വന്നിട്ട് വേണം നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ആ കോൺട്രാക്ടറോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് തരുന്ന ആളോട് ചോദിക്കാണ്, ഞാനിപ്പോ ഈ വർക്ക് എന്ന് അവസാനിപ്പിക്കണം? അതായത് എനിക്ക് പരമാവധി ഏറ്റവും ലാസ്റ്റ് ദിവസം എത്രയാണ് ഈ പരിപാടി തീർക്കാൻ, ഈ മേസൺറി വർക്ക് എനിക്ക് എന്ന് അവസാനിപ്പിച്ചാൽ മതി? ആ ലാസ്റ്റ് ടൈമിനെ പറയുന്ന പേരാണ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. അപ്പൊ ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം, ഏറ്റവും വൈകിയ സമയം അറ്റ് വിച്ച് ആൻ ആക്ടിവിറ്റി മസ്റ്റ് ബി കംപ്ലീറ്റഡ്. ആക്ടിവിറ്റി അവസാനിക്കേണ്ട ഏറ്റവും അവസാനത്തെ സമയം. ടു അവോയ്ഡ് ദ ഡിലേ ഇൻ ദ പ്രോജക്ട് കംപ്ലീഷൻ. പ്രോജക്ട് കംപ്ലീഷൻ അത് ബാധിക്കാൻ പാടില്ല. അതായത് നിങ്ങൾക്ക് ആ വർക്ക് തരുന്ന ആൾക്കൊരു ടാർഗറ്റ് ഉണ്ട്, 100 ഡേയ്സിനുള്ളിൽ ഞാൻ ഈ പ്രോജക്റ്റ് തീർക്കും. അപ്പോൾ നിങ്ങൾ അയാളോട് ചോദിക്കും, നിങ്ങൾ ആ 100 ദിവസത്തെ ആ ഒരു ടാർഗറ്റ് ഉണ്ടല്ലോ, അതിനെ ബാധിക്കാതെ ഈ പടവ് ഞാൻ എന്ന് തീർക്കണം. അന്നേക്ക് ആ ഒരു ഡേറ്റ് നമുക്ക് കിട്ടുന്ന, അതിനനുസരിച്ച് നമുക്ക് ആളെ കൊണ്ടുവരാം. ഞാൻ മറ്റന്നാളെ തന്നെ തുടങ്ങേണ്ട ആവശ്യമില്ല. അപ്പോ ഓക്കെ, എനിക്ക് അത്രയും സമയം കിട്ടും. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അയാളോട് ചോദിക്കും, എന്ന് ഞാൻ ഇത് തീർത്ത് തരണം. ആ ഒരു ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരമാണ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. സോ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം വെൻ ദ ആക്ടിവിറ്റി മസ്റ്റ് ബി സ്റ്റാർട്ടഡ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ഡിലേ. ഏറ്റവും അവസാനം ഞാനിത് എന്ന് തീർത്ത് തരണം എന്ന് അയാൾ നമുക്കൊരു ഉത്തരം തരത്തില്ലേ? നിങ്ങൾ 29ാമത്തെ ദിവസം തീർത്ത് തന്നു കഴിഞ്ഞാൽ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ബാക്കി പണി തീർത്താൽ എനിക്ക് 100ാമത്തെ ദിവസം പ്രോജക്റ്റ് തീർക്കാം എന്ന് കോൺട്രാക്ടറിനോട് പറയുമ്പോൾ ആ 29ാമത്തെ ദിവസമാണ് നിങ്ങളുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. അപ്പൊ നിങ്ങൾ എന്ന് പ്രോജക്റ്റ് തുടങ്ങണം? നിങ്ങൾക്ക് ആ പ്രോജക്റ്റിന് 10 ദിവസമാണ് നിങ്ങൾ പണിയെടുക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ 19ാമത്തെ ദിവസം തുടങ്ങിയാൽ മതി. അതായത് 29ാമത്തെ ദിവസം തീർത്തു കൊടുക്കണം എന്ന് നിങ്ങളോട് അയാൾ പറയാണ്. നിങ്ങൾക്ക് ആ വർക്ക് എടുക്കാൻ വേണ്ടി 10 ദിവസം മൊത്തം എടുക്കുമെങ്കിൽ നിങ്ങൾ 19ാമത്തെ ദിവസം തുടങ്ങിയാൽ 29ാമത്തെ ദിവസം നിങ്ങൾക്ക് അത് അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും സ്റ്റാർട്ട് ടൈമും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ പറയാൻ പറ്റും? ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ഈസ് ഈക്വൽ ടു ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം മൈനസ് ഡ്യൂറേഷൻ. ഇതിൽ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്ന് പരമാവധി അവസാനം തുടങ്ങാം, ഈക്വൽ ടു ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പരമാവധി അവസാനം അവസാനിപ്പിക്കാം, മൈനസ് ഡ്യൂറേഷൻ. അതായത് നിങ്ങൾ പരീക്ഷക്ക് നിങ്ങൾക്ക് ഒരു വിഷയം പഠിക്കാൻ 5 ദിവസം എടുക്കും എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പരമാവധി എന്ന് പഠിച്ചു തീർക്കാം? എക്സാമിന്റെ തലേന്ന്. അന്ന് പഠിച്ചു തീർക്കണമെങ്കിൽ നിങ്ങൾ എന്ന് തുടങ്ങണം? ആ പരീക്ഷന്റെ തലേന്നിന്റെ 5 ദിവസം മുമ്പ് തുടങ്ങണം. അപ്പൊ ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷന്റെ 5 ദിവസം മുമ്പ്. ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷന്റെ തലേന്ന്. ഓക്കെ, അപ്പൊ തമ്മിലുള്ള റിലേഷൻ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം പറഞ്ഞു ഏറ്റവും നേരത്തെ എന്ന് തുടങ്ങാം. അപ്പൊ ഏറ്റവും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്ന ദിവസത്തിന് ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം എന്ന് പറഞ്ഞു. അതേപോലെ ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പരമാവധി അവസാനം എന്ന് അവസാനിപ്പിക്കാം. ആൻഡ് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെ പരമാവധി അവസാനം അവസാനിപ്പിക്കാൻ എന്ന് തുടങ്ങാം. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു ധാരണ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. നമുക്ക് ആ ബാർ ചാർട്ട് ഒന്നുകൂടെ വരച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയി മാറും. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുകയാണ്. സെയിം ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നത്, പ്രിപ്പയർ ദ ബാർ ചാർട്ട് ഇഫ് ദ ആക്ടിവിറ്റീസ് ആർ ടു സ്റ്റാർട്ട് ഓൺ ദെയർ ലേറ്റസ്റ്റ് ടൈം. ഇവിടെ കണ്ടോ, ഈ ഒരു വാക്ക് മാത്രം. നേരത്തെ ആ ക്വസ്റ്റ്യനിൽ ഏർലിയസ്റ്റ് ടൈം ആയിരുന്നു, ഈ ക്വസ്റ്റ്യനിൽ ഒറ്റ ചേഞ്ചേ ഉള്ളൂ. സെയിം നെറ്റ്വർക്ക് ആണ് യൂസ് ചെയ്യുന്നത്, ലേറ്റസ്റ്റ് ടൈം. ഇപ്പൊ നെറ്റ്വർക്കിൽ മാറ്റമില്ല, ഡ്യൂറേഷനിൽ മാറ്റമില്ല, പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും. എന്താണത്? ബാർ ചാർട്ടിൽ നോക്കൂ. നേരത്തെ ആക്ടിവിറ്റി എ 0-ൽ നിന്നായിരുന്നു തുടങ്ങിയത്. ഇവിടെ ആക്ടിവിറ്റി എ തുടങ്ങിയത് എവിടെ നിന്നാണ്? 3 അല്ലെ? 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ആക്ടിവിറ്റി എ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റിൽ ഇറ്റ് ക്യാൻ കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി വിത്തിൻ ദ 7th വീക്ക് അല്ലെ? 7ാമത്തെ ആഴ്ചക്കുള്ളിൽ ആക്ടിവിറ്റി എ കംപ്ലീറ്റ് ആവുന്നില്ലേ? ഉണ്ട്. പ്രോജക്റ്റിന്റെ സമയത്തിന് ഇത് ബാധിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ടോട്ടൽ പ്രോജക്റ്റിന് എടുക്കുന്ന സമയം 7 ദിവസമാണ്, 7 ആഴ്ചയാണ്. ഈ 7 ആഴ്ചക്കുള്ളിൽ 4 ആഴ്ചന്റെ ഒരു വർക്ക് നമുക്ക് എപ്പോഴും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോ 7ാമത്തെ അവസാനത്തെ ദിവസം അയാൾക്ക് പ്രോജക്റ്റ് എ ആക്ടിവിറ്റി തീർത്താൽ മതി. അങ്ങനെ തീർക്കണമെങ്കിൽ എന്ന് തുടങ്ങണം? 3ാമത്തെ ആഴ്ച കഴിഞ്ഞാലെങ്കിലും തുടങ്ങണം. അപ്പോ ഇതാണ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഈ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമിന്ന് നമ്മൾ ഒന്ന് പിന്നോട്ട് ഡ്യൂറേഷൻ കുറച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങോട്ട് ഉള്ള ഈ ടോട്ടൽ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം. അപ്പൊ ഇവിടെ ഈ നെറ്റ്വർക്കിൽ വേറൊരു ചേഞ്ച് ഉണ്ട്. ഇവിടെ ഫിനിഷിംഗ് ടൈമുകളാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്.
ഈ വയലറ്റ് കളറിൽ കൊടുത്തിട്ടുള്ളത് ഫിനിഷിംഗ് ടൈമുകളാണ്. അപ്പൊ ഇവന്റ് 3 സംഭവിക്കുന്നത് 7th വീക്കിലാണ്. 7th വീക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഇവന്റ് 3 സംഭവിക്കുന്നത്. ആൻഡ് ഇവന്റ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിവിറ്റി എയുടെ പര്യവസാനമാണ്. ഈ ആക്ടിവിറ്റി എയുടെ പര്യവസാനവും 7th വീക്കിലാണ്. അതാണ് ഈ രണ്ടും ഒരേ സ്ഥലത്ത് കോയിൻസൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്പർ മാറിപ്പോയത്. നേരത്തെ കാണിച്ചതോ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമിൽ കൊടുത്തു, ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് ടൈമുകളായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് രണ്ടും 0 ആയിരുന്നു വന്നിരുന്നത്. ഓക്കെ, ഫൈൻ, ലീവ് ഇറ്റ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ ബാർ ചാർട്ടിലെ ആക്ടിവിറ്റി എയുടെ ചേഞ്ച് എന്താണെന്ന് നിങ്ങൾ ഒന്നുകൂടെ സംശയമുള്ളവർക്ക് ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയർ ആയി പോകുന്നതാണ്. അപ്പോൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈം തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഇനി 2 ടേംസ് ഉണ്ട്. എങ്ങനെ നമുക്ക് ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമും ഫിനിഷിംഗ് ടൈമുകളൊക്കെ കണ്ടെത്താം എന്നുള്ള ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ഫോർവേഡ് പാസിംഗ് ആൻഡ് ബാക്ക്വേർഡ് പാസിംഗ്. അതെന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. What is forward passing? It moves from the start node toward the finish node to calculate the earliest occurrence time. Earliest occurrence time of all events. എല്ലാ ഇവന്റുകളുടെയും ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈമിനെ കണ്ടെത്താൻ വേണ്ടി സ്റ്റാർട്ടിംഗ് നോഡിൽ നിന്നും എൻഡിങ് നോഡ്, ഫിനിഷിംഗ് നോഡ് വരെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് ഫോർവേഡ് പാസിംഗ്. ഓക്കെ, ഫോർവേഡ് പാസിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ പറയാം, സ്റ്റാർട്ടിംഗ് നോഡ് ഫസ്റ്റ് 1 എന്നിട്ട് നിൽക്കുന്ന ആ വൃത്തം, അതിനെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് നോഡ് എന്ന് പറയാം. ഫിനിഷ് നോഡ് എന്ന് പറഞ്ഞാൽ അവസാനം പോയി എൻഡ് ചെയ്യുന്ന നോഡ്. അപ്പൊ സ്റ്റാർട്ടിംഗ് നോഡ് മുതൽ എൻഡിങ് നോഡ് വരെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഓരോ ഘട്ടത്തിലും ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ്, ഏർലിയസ്റ്റ് ഒക്കറൻസ് സമയത്തിന്, ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈമിനെ കണ്ടെത്തുന്നതിന്റെ ആ ഒരു മെത്തേഡിന്, ആ ഒരു കാൽക്കുലേഷനെ പറയുന്ന പേരാണെന്ത്? ഫോർവേഡ് പാസിംഗ്. അപ്പൊ ഫോർവേഡ് പാസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് നോഡ് മുതലാണ്, എൻഡ് ചെയ്യുന്നത് ലാസ്റ്റ് നോഡിലാണ് എന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഡൺ ടു ഫൈൻഡ് 2 things. ഏർലിയസ്റ്റ് പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം, പ്രോജക്റ്റ് എത്ര കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ പറ്റും എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫോർവേഡ് പാസിംഗ് നമ്മൾ ഉപയോഗിക്കും. ആൻഡ് ഓൾസോ ടു ഫൈൻഡ് വെൻ ആൻ ആക്ടിവിറ്റി ക്യാൻ സ്റ്റാർട്ട്. ഒരു ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഫോർവേഡ് പാസിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഫോർവേഡ് പാസിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഒന്ന് നോക്കിയാലോ. സോ വി ഹാവ് I1, I2 ആൻഡ് I3. 3 ഇവന്റുകളാണ് I1, I2 ആൻഡ് I3. അത് നിങ്ങൾക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? I, J, K, LM എന്തും ആവാം. പക്ഷെ നമ്മൾ സ്റ്റാർട്ടിംഗ് ഇവന്റുകളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കോമൺ I1, I2, I3 എന്ന് എഴുതിയതാണ്. അതെങ്ങനെയാലും കുഴപ്പമില്ല. ആൻഡ് ദേ ആർ ഓൾ എൻഡിങ് അപ്പ് ഇൻ എ സെയിം ഇവന്റ്. അപ്പൊ I1-ൽ നിന്നുള്ള ആക്ടിവിറ്റി അവസാനിക്കുന്നതും I2-ൽ നിന്ന് തുടങ്ങുന്ന ആക്ടിവിറ്റി അവസാനിക്കുന്നതും I3-ൽ നിന്നുള്ള ആക്ടിവിറ്റി അവസാനിക്കുന്നതും J എന്നുള്ള ഒരു കോമൺ ഇവന്റിലാണ്. അതൊരു കോമൺ എൻഡ് പോയിന്റ് ആണെന്ന് പറയാം. അതോടുകൂടി ആ മൊത്തം ആക്ടിവിറ്റികൾ പര്യവസാനിക്കും. ചിലപ്പം ആക്ടിവിറ്റി ഒന്നാമത്തെ ബാർ കാണിക്കുന്ന ആക്ടിവിറ്റി ഒന്നാമത്തെ നമുക്ക് DI1J എന്ന് വിളിക്കാം, രണ്ടാമത്തത് DI2J എന്ന് വിളിക്കാം, മൂന്നാമത്തതിനെ DI3J എന്ന് വിളിക്കാം. അതും ഓരോ ആക്ടിവിറ്റിയും വെവ്വേറെയാണ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് I1J, I2J, I3J എന്ന് കാണിച്ചിട്ടുള്ളത്. അവിടെ D എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ ഡ്യൂറേഷൻ ആണ്, പേരല്ല കേട്ടോ. ഓക്കെ, D എന്ന് അവിടെ ഡ്യൂറേഷന് വേണ്ടിയിട്ട് മാത്രം റെപ്രസെന്റ് ചെയ്യുന്നതാണ്, ആക്ടിവിറ്റിയുടെ പേരല്ല. ഓക്കെ, ഡ്യൂറേഷൻ നമ്മൾ സാധാരണ ആക്ടിവിറ്റിയുടെ ആരോ മാർക്കിന്റെ മുകളിലാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ I1J എന്ന ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എന്നാണ് ആ ആരോ മാർക്കിന്റെ മുകളിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് E. വാട്ട് ഈസ് E? E represents the earliest occurrence time. ഏറ്റവും നേരത്തെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് E എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ I1 പറഞ്ഞു, ഈ I2 ആൻഡ് ഈ I3. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ I1-ഉം I2-ഉം I3-യും എത്രയും നേരത്തെ സംഭവിക്കാവുന്ന സമയത്തിനെയാണ് ഈ I1, ഈ I2, ഈ I3 എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ഈ J എന്നുള്ള ഇവന്റ്, ആ J എന്നുള്ള ഇവന്റ് പരമാവധി നേരത്തെ എപ്പോ സംഭവിക്കാം എന്നുള്ളതിനെ ഈ ബ്രാക്കറ്റിൽ J എന്ന് എഴുതാം. ഇനി ഫോർവേഡ് പാസിംഗ് ചെയ്യാണ്. ഫോർവേഡ് പാസിംഗ് ചെയ്യുന്ന സമയത്ത് ഇത്
കൃത്യമായി ഫിസിക്കലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 3 ആക്ടിവിറ്റികളാണ്. 3 ആക്ടിവിറ്റികളും എൻഡ് ചെയ്യുന്നത് ഒരു ഇവന്റിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇവന്റ് എപ്പോഴാണ്, അതായത് ആ ഇവന്റിന്റെ പോസിബിൾ ഏർലിയസ്റ്റ് ടൈം ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇ ജെ ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് ഇ I1 പ്ലസ് ഡി, ഇ I2 പ്ലസ് ഡി, ഇ I3 പ്ലസ് ഡി. ഇവിടെ തന്നിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഈ 3 മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ I1 എന്ന് പറഞ്ഞാൽ എന്താണ്? I1 എന്നുള്ള ഇവന്റ് സംഭവിക്കാവുന്ന പരമാവധി നേരത്തെ സമയം. ഈ I2 എന്ന് പറഞ്ഞാലോ, I2 എന്നുള്ള ഇവന്റ് നടക്കാൻ സാധ്യതയുള്ള പരമാവധി നേരത്തെ സമയം. ആൻഡ് ഈ I3 എന്ന് പറഞ്ഞാൽ I3 എന്നുള്ള ഇവന്റ് നടക്കാവുന്ന പരമാവധി നേരത്തെ സമയം. അപ്പോ ഈ 3 കാര്യങ്ങളും നടന്നതിന് ശേഷം ആണ് നമ്മളെ ആക്ടിവിറ്റീസ് നടക്കുന്നത്. ഈ ആക്ടിവിറ്റീസിന്റെ ഡ്യൂറേഷനും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും വലിയ വാല്യൂവിനെയാണ് നമ്മൾ ഇ ജെ ആയിട്ട് കണക്കാക്കുന്നത്. ഇത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ ചെയ്താലോ? ഇല്ലുസ്ട്രേറ്റീവ് എക്സാമ്പിൾ 1 ഫോർ ദ ഇവാലുവേഷൻ ഓഫ് മിനിമം പ്രോജക്ട് ഡ്യൂറേഷൻ. ഒരു പ്രോജക്ട് ഡ്യൂറേഷന്റെ മിനിമം സമയം എത്രയാണെന്ന് കണ്ടെത്താനുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ ചെയ്യുന്നത് ഫോർവേഡ് പാസിങ്ങിലൂടെ. സോ ഫോർവേഡ് പാസിങ്ങിൽ 2 കാര്യത്തിനാണെന്ന് പറഞ്ഞു ഉപയോഗിക്കുന്നത്. ഒന്ന്, പ്രോജക്റ്റിന്റെ മിനിമം ഡ്യൂറേഷൻ കാണാൻ വേണ്ടിയിട്ടും. 2, ഓരോ ആക്ടിവിറ്റികളുടെയും ഏർലിയസ്റ്റ് പോസിബിൾ ടൈം കാണാൻ വേണ്ടിയിട്ടും. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ടേബിൾ about activities of a project, determine the minimum time required to complete the project. ഈ ടാബിളിൽ തന്നിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന്റെ ആക്ടിവിറ്റികളുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റാസ് ആണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് പഠിച്ച് ആ പ്രോജക്റ്റിന്റെ ടോട്ടൽ കംപ്ലീഷൻ ടൈം കണ്ടെത്താനാണ്. ഈ ടേബിൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ആക്ടിവിറ്റി ABCD, പ്രെഡിസസർ എക്കും ബിക്കും കോമൺ ആയിട്ട് പ്രെഡിസസർ ഇല്ല. എയും ബിയും കോമൺ ആയിട്ട് സിയുടെ പ്രെഡിസസേഴ്സ് ആണ്. അതായത് എയും ബിയും കഴിഞ്ഞിട്ടാണ് സി സ്റ്റാർട്ട് ചെയ്യുന്നത്, ആൻഡ് ബി കഴിഞ്ഞിട്ടേ ഡി വരുള്ളൂ എന്നുള്ള ഈ ഒരു നെറ്റ്വർക്ക് നമ്മൾ മുമ്പ് ഫോം ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് ആ നെറ്റ്വർക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം ഞാൻ 4 ഇവന്റുകൾ മാർക്ക് ചെയ്യാണ്. അവ തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ആരോ മാർക്സ് മാർക്ക് ചെയ്തു. ആൻഡ് ആരോ മാർക്സ് റെപ്രസെന്റ് ആക്ടിവിറ്റി ആൻഡ് ദെൻ ദീസ് സർക്കിൾസ് റെപ്രസെന്റ് നോഡ്സ് ഓർ ഇവന്റ്സ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡമ്മി നീഡിലും കൂടെ ഞാൻ കൊടുത്തു. ഡമ്മി നീഡിൽ കൊടുക്കുന്നത് എന്തിനാണ്? അത് നമ്മുടെ ആക്ടിവിറ്റീസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വി ഹാവ് എ ഹാസ് നോ പ്രെഡിസസർ, ബി ഹാസ് നോ പ്രെഡിസസർ, സി ഹാസ് പ്രെഡിസസർ, എ ആൻഡ് ബി. അപ്പൊ ഇവിടെ സി മാർക്ക് ചെയ്ത സമയത്ത് എ പ്രെഡിസസർ ആണ്, പക്ഷെ ബി ഒരു പ്രെഡിസസർ ആയിട്ട് കിട്ടണമെങ്കിൽ ഒന്നുകിൽ നേരെ ഈ ഇവന്റിലോട്ട് തന്നെ കണക്ട് ചെയ്യണം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് നോ 2 ആക്ടിവിറ്റീസ് ക്യാൻ ഹാവ് സെയിം സ്റ്റാർട്ട് ആൻഡ് എൻഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ബിയിൽ നിന്നുള്ള കണക്ഷൻ കാണിക്കാൻ വേണ്ടി ബി എൻഡ് ചെയ്യുന്ന ഇവന്റിൽ നിന്നും ഒരു ഡമ്മി ആരോ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നു. സോ സി ഹാസ് ബോത്ത് പ്രെഡിസസേഴ്സ് ആസ് എ ആൻഡ് ബി. എയും ബിയും കോമൺ പ്രെഡിസസേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടും. ആൻഡ് ഫൈനലി ആക്ടിവിറ്റി ഡിക്ക് പ്രെഡിസസർ ആയിട്ട് ബി മാത്രം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി ഇത് ക്വസ്റ്റ്യനിൽ ഇതിന്റെ ഡ്യൂറേഷൻസ് തന്നിട്ടുണ്ട് 5, 6, 4, 3. ഈ 5, 6, 4, 3 റെപ്രസെന്റ് ചെയ്യേണ്ടത് ആരോ മാർക്കിന്റെ താഴ്ഭാഗത്താണ്. അതായത് ആരോ മാർക്കിന്റെ മുകളിൽ ആക്ടിവിറ്റിന്റെ പേര് എഴുതുന്നു, ആരോ മാർക്കിന്റെ താഴത്ത് ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എഴുതണം. അപ്പൊ എ ഹാസ് 5 വീക്ക് ഡേയ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ബിന്റെ താഴെ 6 മാർക്ക് ചെയ്യുന്നു, സിന്റെ താഴെ 4 മാർക്ക് ചെയ്യുന്നു, ആൻഡ് ഡിയുടെ താഴെ 3 മാർക്ക് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇവന്റ് 1 സ്റ്റാർട്ടിംഗ് ഇവന്റ് ആണ്. സ്റ്റാർട്ടിംഗ് ഇവന്റ് 0-ൽ നിന്നാണ്. പരമാവധി നേരത്തെ നമുക്ക് 0 എന്ന് തുടങ്ങാൻ പറ്റുള്ളൂ. ആ ബാർ ചാർട്ട് ഓർത്ത് നോക്കുക. ആക്ടിവിറ്റി എ ക്യാൻ ഓൺലി ബി സ്റ്റാർട്ടഡ് മാക്സിമം ആസ് 0, അല്ലെ? 0ന്റെ അപ്പുറത്തൊക്കെ ഇനി ഒരു ചാൻസ് ഇല്ല. ആൻഡ് ദെൻ ആക്ടിവിറ്റി എയും ബിയും 0 ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നടക്കാൻ പോവാണ്. അപ്പോ ആക്ടിവിറ്റി എ നടന്ന് തീരുമ്പോ എത്ര ദിവസമായിട്ടുണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കൂ. 0-ൽ നിന്നും തുടങ്ങി കഴിഞ്ഞാൽ ആക്ടിവിറ്റി എ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് 5 ദിവസം എടുക്കും. ആൻഡ് ആക്ടിവിറ്റി ബി കംപ്ലീറ്റ് ചെയ്യാനോ 6 ദിവസം എടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. ആക്ടിവിറ്റി ബി കംപ്ലീറ്റ് ചെയ്യുന്ന ഇവന്റിന് നമ്മൾ ഇവന്റ് 2 എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെ? 0-ൽ നിന്നും തുടങ്ങി 6 ദിവസം കഴിഞ്ഞാൽ ഇവന്റ് 2 സംഭവിക്കും. അപ്പൊ എത്ര ദിവസമായി? 6. ഓക്കെ, അപ്പൊ ഇവന്റിന്റെ താഴെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവന്റ് സംഭവിച്ച സമയമാണ്.
6 ദിവസം കഴിഞ്ഞപ്പോഴാണ്, 6ാമത്തെ ദിവസമാണ് ഇവന്റ് 2 സംഭവിച്ചത്. ആൻഡ് വാട്ട് ഇസ് നെക്സ്റ്റ്? ഈ ഇവന്റ് 3 എപ്പോഴാണ് സംഭവിക്കുക? ഇവന്റ് 3, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവന്റ് 3 നമുക്ക് നോക്കാം. 1ൽ നിന്നും, അതായത് 0 എന്നുള്ള ദിവസം തുടങ്ങിയിട്ട് 5 ദിവസം കഴിഞ്ഞാൽ ഇവന്റ് 3 സംഭവിക്കാൻ പറ്റുമോ? പറ്റാം. 5 എന്നൊരു പോസിബിലിറ്റിയാണ്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവന്റ് 2 സംഭവിച്ചത് 6ലാണ്. ദെൻ ഇവന്റ് 3 സംഭവിക്കണമെങ്കിൽ ഇവന്റ് 2 മസ്റ്റ് ബി കംപ്ലീറ്റഡ്. നമുക്ക് കാരണം എന്താ? ഇവിടെ ഒരു ഡെമ്മി ആരോ ഉണ്ട്. 2 കഴിഞ്ഞതിന് ശേഷം മാത്രമേ 3 സംഭവിക്കാവൂ. സോ 6ാമത്തെ ദിവസമാണ് 2 സംഭവിക്കുള്ളൂ. അപ്പോ ഇത് സംഭവിക്കണമെങ്കിൽ 6 ഈ ഡെമ്മി ആരോന്റെ ഡ്യൂറേഷൻ 0 ആണ്. 6 + 0 ഈസ് 6. അപ്പൊ ഇവിടെ 5, 6 രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു മാക്സിമം ഓഫ് EI പ്ലസ് ഡ്യൂറേഷൻ. നമ്മൾ എപ്പോഴും മാക്സിമം ആണ് ഫോർവേഡ് പാസിംഗിൽ എടുക്കുക. സോ മാക്സിമം ഓഫ് 5 and 6 ഈസ് 6. അപ്പൊ നമ്മൾ 6നെ അവിടെ പ്രിഫർ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇനി ഈ ഇവന്റിന്റെ ഏർലിയസ്റ്റ് ടൈം ആണ് കാണേണ്ടത്. ഈ ഇവന്റിന്റെ ഏർലിയസ്റ്റ് ടൈം കാണാൻ എനിക്ക് എന്ത് ചെയ്യാം? 6 + 4, ഇവിടുത്തെ E + 4 ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടും. ഇവിടുത്തെ 6 + 3 9. അപ്പോ 2 ചാൻസുകളാണുള്ളത്, 9, 10. അതിൽ നിന്ന് നമ്മൾ ഏതെടുക്കണം? മാക്സിമം. സോ ഇറ്റ് ഈസ് 10. അപ്പൊ ഡ്യൂറേഷൻ എങ്ങനെയാണ് കണ്ടതെന്ന് അറിയാലോ. ആദ്യം നമ്മൾ ഏത് ആക്ടിവിറ്റിയും 0ലാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാൽ ആക്ടിവിറ്റി A കംപ്ലീറ്റ് ആവും. 6 ദിവസം കഴിഞ്ഞാൽ ആക്ടിവിറ്റി B കംപ്ലീറ്റ് ആവും. ആക്ടിവിറ്റി B കംപ്ലീറ്റ് ചെയ്താലുള്ള ഇവന്റ് ആണ് 2. പക്ഷേ ആക്ടിവിറ്റി 3 സംഭവിക്കണം, ഇവന്റ് 3 സംഭവിക്കണമെങ്കിൽ ഇവന്റ് 2 മസ്റ്റ് ബി കംപ്ലീറ്റഡ്. നമ്മുടെ ആരോയുടെ ഡയറക്ഷൻ അങ്ങനെയാണ്. 2 കഴിഞ്ഞ് ഉള്ള ആരോ ഇവിടെ തട്ടുമ്പോഴാണ് 3 സംഭവിക്കുന്നുള്ളൂ. സോ ഈ 6 ദിവസം കഴിയാതെ ഇവന്റ് 3 സംഭവിക്കാൻ പാടില്ല. അപ്പോ ഇവിടെ 2 സാധ്യതകളുള്ളത്. 0 + 5ന്റെ 5ഉം 6 + 0 ആ 6ഉം. അതിലെ മാക്സിമം വാല്യൂ 6 എടുത്തു. ഈ 6 + 4 10 എടുത്തു. 6 + 3 9. അതിലെ മാക്സിമം വാല്യൂ 10. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ക്ലിയർ ആക്കാം. സോ ഇതിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി. സോ ഈ ഇവന്റ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ഇവന്റ് ആണ്, പ്രോജക്ട് കംപ്ലീഷന്റെ ഇവന്റ് ആണ്. മിനിമം ടൈം ടു കംപ്ലീറ്റ് ദ പ്രോജക്ട് ഈസ് 10 വീക്ക്. അപ്പൊ 10 ദിവസം കൊണ്ട്, 10 ആഴ്ച കൊണ്ട് മാത്രമേ ഈ വർക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്തത്. ഇലിസ്ട്രേറ്റീവ് എക്സാമ്പിൾ 2, സെക്കൻഡ് എക്സാമ്പിൾ എടുക്കാം. ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ടേബിൾ അബൌട്ട് the activities of a project, determine the minimum time required to complete the project. മുമ്പ് തന്നിട്ടുള്ള ടേബിൾ ആണ്. അപ്പൊ അതിന്റെ നെറ്റ്വർക്ക് നമ്മൾ അന്ന് ഫോം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ഡ്യൂറേഷനും കൂടെയാണ് അഡീഷണൽ ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോ ആക്ടിവിറ്റി ABCDE 5 ആക്ടിവിറ്റികൾ ഉണ്ട്. അത് ഞാൻ ഇവന്റുകളും ആക്ടിവിറ്റികളും അവ തമ്മിലുള്ള കണക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡമ്മി ആരോസും വെച്ചിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ അത് വേണമെങ്കിൽ ഒന്ന് കൺഫ്യൂഷൻ ക്ലിയർ ആക്കി തരാം. ആക്ടിവിറ്റി എക്ക് പ്രെഡിസസർ ഇല്ല, ആക്ടിവിറ്റി ബിക്കും പ്രെഡിസസർ ഇല്ല. സോ ദേ ആർ ഓൾ സ്റ്റാർട്ടിങ് ഫ്രം ദ സെയിം ഇവന്റ്, സ്റ്റാർട്ടിംഗ് ഇവന്റ്. ആ ആക്ടിവിറ്റി സി ഈസ് കണക്റ്റഡ് ടു എ ആൻഡ് ബി. സിയുടെ പ്രെഡിസസർ ആണ് എയും ബിയും. പ്രെഡിസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻഗാമിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സിയുടെ മുൻഗാമിയാണ് ആക്ടിവിറ്റി എ ആൻഡ് ആക്ടിവിറ്റി ബി. സോ ദേ കനോട്ട് ബി കണക്റ്റഡ് ഡയറക്ട്ലി ടു ദ സി. എയും ബിയും ഒരേപോലെ സിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെയിം ഇതിൽ വന്ന് നിൽക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഡെമ്മി ആരോസ് വെച്ചിട്ട് വേറൊരു ഇവന്റ് കൺസ്ട്രക്ട് ചെയ്തു. അതിൽ നിന്നും സി എടുത്തു. ഓക്കെ. പിന്നെ ഡി ഹാസ് എ പ്രെഡിസസർ എ. ഡിയുടെ പ്രെഡിസസർ ആണ് എ, ഇയുടെ പ്രെഡിസസർ ആണ് ബി. അപ്പൊ ഇതെല്ലാം കൂടെ ലാസ്റ്റ് കൺക്ലൂസീവ് ഇവന്റ് ആയിട്ടുള്ള 5ലോട്ട് ഈ ഡിനെയും സിനെയും ഇനെയും കൂടെ കണക്ട് ചെയ്തു. ഈ നെറ്റ്വർക്ക് നമ്മൾ ക്ലോസ് ചെയ്തു. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക് ആണ് ഇപ്പൊ ഇതിൽ കാണിച്ചിട്ടുള്ളത്. നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ലൈറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ എങ്ങനെയാണ് നെറ്റ്വർക്ക് സോൾവ് ചെയ്യാന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾസ് ചെയ്യും. സോ ഇനി നമുക്ക് ഇതിന്റെ കാര്യങ്ങളിലോട്ട് വരാം. നമ്മൾ ഫോർവേഡ് പാസിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവന്റ് 1 സ്റ്റാർട്ട് ചെയ്യുന്നത് 0ൽ വെച്ചിട്ടാണ്. 0 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ആക്ടിവിറ്റി എയും ആക്ടിവിറ്റി ബിയും സ്റ്റാർട്ട് ചെയ്യും. ആക്ടിവിറ്റി എ 3 ദിവസം കൊണ്ട് തീരും, ആക്ടിവിറ്റി ബി 4 ദിവസം കൊണ്ട് തീരും. ആൻഡ് ആക്ടിവിറ്റി ബി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഇവന്റ് ഏതാണ്? ഇവന്റ് 2. ഇവന്റ് 2 സംഭവിക്കുന്നത് 4ാമത്തെ ആഴ്ച
തീരുന്നതോടെ ആയിരിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആക്ടിവിറ്റി എ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഇവന്റ് ഏതാണ്? ഇവന്റ് 4. ഇവന്റ് 4 സംഭവിക്കുന്നത് എന്നായിരിക്കും? മൂന്നാമത്തെ ആഴ്ച തീരുന്നതോടെ ആയിരിക്കും. നമ്മൾ ഈ മാക്സിമം നേരത്തെ പോസിബിൾ ടൈം ആണ് എഴുതുന്നത്. അപ്പൊ ഇവന്റ് 4 ക്യാൻ ഹാപ്പൻ എ മാക്സിമം ഓഫ് 3 വീക്ക് അല്ലെ? നാലാമത്തെ ഇവന്റ് എന്ന് കാണിച്ചിട്ടുള്ള ആ വൃത്തം സംഭവിക്കണമെങ്കിൽ ഏറ്റവും പോസിബിൾ നേരത്തെ 3 വീക്കാണ്. അതിന്റെ മുന്നേ സംഭവിക്കാൻ പറ്റൂല. ആൻഡ് ഇവന്റ് 2 ആണെങ്കിലോ, ഇവന്റ് 2 സംഭവിക്കണമെങ്കിൽ ഏറ്റവും പരമാവധി 4 ആഴ്ച, അതിന്റെ മുന്നേ അത് സംഭവിക്കൂല. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ഏർലിയസ്റ്റ് പോസിബിൾ ടൈം ഓഫ് 3. ഈവന്റ് 3 നടക്കണമെങ്കിലോ, ഇത് നോക്കൂ, ഈ 3ലോട്ട് 2 ആരോസ് വരുന്നുണ്ട്. അപ്പോ ഈ ആരോ വരുന്നതിന്റെ മുമ്പുള്ള ഇറ്റ് ഈസ് 4 പ്ലസ് ഡ്യൂറേഷൻ ഇവിടെ 0 ആണ്. ഇവിടുത്തെ ഡ്യൂറേഷൻ 0 ആണ്. 3 പ്ലസ് 0 3, 4 പ്ലസ് 0 3. സോ വി ഹാവ് ഗോട്ട് 3, 4, 2 പോസിബിലിറ്റീസ്. അതിലെ മാക്സിമം വാല്യൂ എടുത്താൽ എത്രയാണ്? 4. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് തീരുമാനിക്കുക മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ ഇ പ്ലസ് ഡ്യൂറേഷൻ ഇറ്റ് ഈസ് 3. ഇവിടുത്തെ ഇ 0 പ്ലസ് ഡ്യൂറേഷൻ 4. ഇവിടെ എടുക്കുന്ന സമയത്ത് 2 പോസിബിലിറ്റി ഉണ്ട്. ഇവിടുത്തെ ഇ പ്ലസ് ഡ്യൂറേഷൻ 0 ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. ഇവിടുത്തെ ഇ പ്ലസ് ഡ്യൂറേഷൻ കഴിഞ്ഞാൽ 3 കിട്ടും. അതിലെ മാക്സിമം വാല്യൂ 4 നമ്മൾ തിരഞ്ഞെടുത്തു. ഇനി ഇവിടുത്തെ എന്ത് കിട്ടണം? ഇ കിട്ടണം. കാണാൻ അതിന്റെ തൊട്ട് മുന്നത്തെ ഇ പ്ലസ് ഡ്യൂറേഷൻ 3 പ്ലസ് 3 6. ഇവിടുത്തെ 4 പ്ലസ് 4 8. ഇവിടെ 4 പ്ലസ് 2 6. അപ്പോ 2 6ഉം ഒരു 8ഉം 3 പോസിബിലിറ്റി ഉള്ളതാണ്. വി വിൽ ടേക്ക് ദ മാക്സിമം ഓഫ് ദ നമ്പേഴ്സ്, ദാറ്റ് ഈസ് 8. അപ്പൊ തൊട്ട് മുമ്പത്തെ ഇവന്റിന്റെ ഇ പ്ലസ് ആ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ സമ്മ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂവിന്റെ മാക്സിമം വാല്യൂ എടുക്കുന്നതാണ് നമ്മുടെ ഫോർവേഡ് പാസിംഗിൽ ചെയ്യുന്നത്. ഈ ഫോർവേഡ് പാസിംഗ് ഇതോടുകൂടി അവസാനിക്കുന്നില്ല, നെറ്റ്വർക്ക് പ്രോബ്ലത്തിൽ ആവശ്യം വരുന്ന ടേം ആണ്. അപ്പോ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടെത്തിയത് മിനിമം ടൈം ടു കംപ്ലീറ്റ് ദ പ്രോജക്ട് ഈസ് 8 വീക്സ്. 8 ആഴ്ച കൊണ്ടാണ് നമ്മൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആരോയുടെ ഡയറക്ഷൻ ആണ്. ആരോ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനാണ് പ്രസക്തി. ബാക്ക്വേർഡ് പാസിലോട്ട് വരാം. ദ പാസ് മൂവ്സ് ഫ്രം ഫിനിഷ് നോഡ് ടുവേർഡ്സ് ദ സ്റ്റാർട്ട് നോഡ് ആൻഡ് ഈസ് ബേസിക്കലി കാൽക്കുലേറ്റ് ദാറ്റ് ദ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം ഓഫ് ഓൾ ഇവന്റ്. എല്ലാ ഇവന്റിന്റെയും ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം നമ്മൾ നേരത്തെ കണ്ടെത്തിയത് ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈം ആയിരുന്നു. പരമാവധി അവസാനം എന്ന് സംഭവിക്കാം എന്ന് കണ്ടെത്തുന്ന മെത്തേഡാണ് ബാക്ക്വേർഡ് പാസ്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ലാസ്റ്റ് നോഡ് ടു ദ ഫസ്റ്റ് നോഡ്. അവസാനത്തെ നോഡിൽ നിന്നും ആദ്യത്തെ നോഡിലോട്ട് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരിക. ഇപ്പൊ നമ്മൾ മുമ്പ് കണ്ട ഫോർവേഡ് പാസിങ് ഫസ്റ്റ് നോഡിൽ നിന്നും അവസാനത്തെ നോഡിലോട്ടായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ബാക്ക്വേർഡ് പാസ് ആണെങ്കിലോ ലാസ്റ്റ് നോഡിൽ നിന്നും ഫസ്റ്റ് നോഡിലോട്ടാണ് കാൽക്കുലേറ്റ് ചെയ്ത് വരിക. ആൻഡ് ഇറ്റ് ഈസ് ഡൺ ടു ഫൈൻഡ് ഓർ കാൽക്കുലേറ്റ് ദ ടൈം അറ്റ് വിച്ച് ദ ആക്ടിവിറ്റി മസ്റ്റ് സ്റ്റാർട്ട് ടു അവോയ്ഡ് പ്രോജക്റ്റ് ഡിലേ. അപ്പോൾ ആക്ടിവിറ്റി പ്രോജക്റ്റ് ഡിലേ ബാധിക്കാതെ എത്ര ലാസ്റ്റ് എന്ന് തുടങ്ങാം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ കംപ്ലീഷൻ ടൈമിനെ ബാധിക്കാതെ പരമാവധി അവസാനം ഞാൻ എന്ന് തീർത്തു തരണം, ആ കാണിക്കുന്ന കണക്കാണ് നമ്മൾ ബാക്ക്വേർഡ് പാസിലൂടെ കണ്ടെത്താൻ പോകുന്നത്. ആൻഡ് വൈൽ ക്യാരിയിങ് ഔട്ട് ദ ബാക്ക്വേർഡ് പാസ് അറ്റ് എ ഗിവൺ നോഡ് ഐ വി നീഡ് ടു ചെക്ക് ഓൾ ആരോസ് ദാറ്റ് എമേർജ് ഫ്രം ഐ. അപ്പൊ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഐനെ ബേസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഐയിൽ നിന്ന് എമർജ് ചെയ്യുന്ന എല്ലാ ആരോസും നമ്മൾ ചെക്ക് ചെയ്യണം. ആൻഡ് ടേക്ക് ദ മിനിമം ഓഫ് ദ latest start time of all those activities succeeding I as the latest occurrence time of the event I. അപ്പോ നേരത്തെ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം കണ്ടെത്തിയ സമയത്ത് നമ്മൾ ഫോർവേഡ് പാസ് ചെയ്യുമ്പോൾ മാക്സിമം ആയിരുന്നു എടുത്തിരുന്നത്. ബാക്ക്വേർഡ് പാസ് ചെയ്യുന്ന സമയത്ത് മിനിമം ആണ് എടുക്കേണ്ടത്. പക്ഷെ ഇത് നമ്മൾ ഡെഫിനിഷൻസ് പറയുമ്പോൾ ഡൗട്ടുകൾ വരും, ബട്ട് വി വിൽ ഫൈൻഡ് ഇറ്റ് ഈസിയർ ഇൻ ദ എക്സാമ്പിൾസ്. ഞാനൊരു റെപ്രസെന്റേഷൻ കൊടുക്കുകയാണ്. ഐ എന്നുള്ള ഒരു അത് I2 എന്ന് എഴുതണ്ട, ഐ എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഐയിൽ നിന്നുള്ള പിന്നെ ഇവന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന 3 ആക്ടിവിറ്റീസ് എൻഡ് ചെയ്യുന്നത് J1, J2, J3 എന്നുള്ള 3 ഇവന്റുകളിലാണ്. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് ഡ്യൂറേഷൻസ് D ആൻഡ് 3 ഡികളാണ്. ആൻഡ് J1, J2, J3 ഈ 3 Ds ആണ് ഇതിൽ സംഭവിക്കുന്നത്.
ഡ്യൂറേഷൻസ് ആണ് ഈ 3 ആക്ടിവിറ്റീസിന് എടുക്കുന്നത്. ഇതിൽ I2 എന്ന് എഴുതിയത് അതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആൻഡ് you have to mark it as I. Okay, I2 ന്റെ ആവശ്യമില്ല. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യണം. you can mark it as I. And L, നേരത്തെ നമ്മൾ E എന്ന് മാർക്ക് ചെയ്തതിന് പകരം ഇവിടെ L ആണ് മാർക്ക് ചെയ്യുന്നത്. what is represented by L? L represents the latest possible time. ഏറ്റവും അവസാനം സംഭവിക്കാവുന്ന സമയത്തിനെയാണ് ലേറ്റസ്റ്റ് L എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? അവസാനം ലോഞ്ച് ചെയ്ത വണ്ടി, അവസാനം സംഭവിച്ച കാര്യം. അപ്പൊ ലേറ്റസ്റ്റ് occurrence of time ആണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന L. ആൻഡ് വി ആർ ഗോയിങ് ടു ചെക്ക് ദ ബാക്ക്വേർഡ് പാസ്. ബാക്ക്വേർഡ് പാസ് ആണ് നമ്മൾ നോക്കുന്നത്. ബാക്ക്വേർഡ് പാസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഏറ്റവും അവസാനത്ത് നിന്ന് ആദ്യത്തോട്ടിൽ വരണം. അപ്പൊ ഇവിടെ ആദ്യം സംഭവിക്കുന്നത് I ആണ്, പിന്നെ സംഭവിക്കുന്നതാണ് J. I കഴിഞ്ഞിട്ടാണ് J സംഭവിക്കുന്നത്. അപ്പോ എങ്ങനെ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് I കാണാം എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. മിനിമം ഓഫ് LJ മൈനസ് D. അപ്പോ LJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഇവിടെ? ദിസ് വൺ. ഈ J1ന്റെ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം ആണ് LJ1. അതിൽ നിന്നും ഇതിന്റെ ഡ്യൂറേഷൻ കുറച്ചാൽ എന്ത് കിട്ടും? then next LJ2 minus D and next one LJ3 minus D. അപ്പോൾ ഓരോ ഇവന്റുകളുടെയും ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈമിൽ നിന്നും അതിന്റെ ആക്ടിവിറ്റിയുടെ പെർട്ടിക്കുലർ ഡ്യൂറേഷൻ കുറച്ചാൽ കിട്ടുന്ന വാല്യൂവിന്റെ മിനിമം എടുക്കണം. നേരത്തെ നമ്മൾ മാക്സിമം എടുക്കണം എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് കൂട്ടി പോകുമ്പോൾ മാക്സിമം ആയിരുന്നു ഫോർവേഡ് പാസിൽ, ബാക്ക്വേർഡ് പാസിൽ മിനിമം എടുക്കണം. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. Based on the information given in the table about the civil activities of a project, determine the latest time of events by performing backward pass. Backward pass നടത്തിയിട്ട് ലേറ്റസ്റ്റ് പോസിബിൾ ടൈം എത്ര എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. നേരത്തെ സെയിം ടേബിൾ ആയിരുന്നു. സോ നെറ്റ്വർക്കിൽ ഇനി സംശയമൊന്നും ഉണ്ടാവില്ല. സെയിം നെറ്റ്വർക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മൾക്ക് ബാക്ക്വേർഡ് പാസ് ആണ് ചെയ്യുന്നത്. സോ ദ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്ന ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ഇവന്റിൽ നിന്നാണ്. നമ്മൾ ആ നെറ്റ്വർക്ക് സോൾവ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടെത്തിയ കാര്യമായിരുന്നു ദ പ്രോജക്ട് വിൽ ഗെറ്റ് കംപ്ലീറ്റഡ് വിത്തിൻ 10 വീക്സ് അല്ലെ? ആദ്യത്തെ നെറ്റ്വർക്ക് സോൾവ് ചെയ്ത സമയത്ത് 10 ആഴ്ച കൊണ്ടാണ് പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നോക്കൂ, 10ാമത്തെ ആഴ്ച ഇവന്റ് 4 നടക്കണമെങ്കിൽ ഇവന്റ് 3 എന്ന് നടക്കണം? അതിന്റെ 4 ആഴ്ച മുമ്പ്, അതായത് 6ാമത്തെ ആഴ്ച. ഓക്കെ, അപ്പോ 3ാമത്തെ ഇവന്റ് നടക്കണമെങ്കിൽ ഈ Lൽ നിന്നും ഈ ഡ്യൂറേഷൻ കുറക്കണം. സോ L മൈനസ് ഡ്യൂറേഷൻ ഗീവ്സ് എന്ത്? ഇവിടുത്തെ L. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി 10 മൈനസ് 4 ഈക്വൽ ടു 6. നമ്മളിങ്ങനെ ബാക്ക് പോരുകയാണ്. ആൻഡ് ഇവിടെ നോക്കൂ, ആരോ ഈ ഇവിടുന്ന് 2 ആരോസ് പോകുന്നുണ്ട്, ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും ഉണ്ട്. റിവേഴ്സ് ഡയറക്ഷനിലാണ് നമ്മൾ പോണത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഇവന്റിന്റെ L ആണ്. ഓക്കെ, ഈ നമ്മൾ നേരത്തെ കണ്ടു, ഇനി കാണാൻ പോകുന്നത് L ആണ്. L കാണുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ ഈ 6 മൈനസ് 0 ചെയ്താലും നമുക്ക് ഇവിടുത്തെ കിട്ടും. അതേപോലെ ഇവിടുത്തെ 10 മൈനസ് 3 ചെയ്താലും ഇവിടുത്തെ കിട്ടും അല്ലെ? കാരണം ഈ ഒരു ഇവന്റിൽ നിന്നും 2 ആരോ ഉണ്ട്, ഒന്ന് ഇങ്ങോട്ടുണ്ട്, ഒന്ന് ഇങ്ങോട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഇക്വേഷനിൽ എന്ത് പറഞ്ഞായിരുന്നു? ഇവിടുത്തെ L മൈനസ് ഈ ഡ്യൂറേഷൻ ചെയ്താലും ഈ L മൈനസ് ഈ ഡ്യൂറേഷൻ ചെയ്താലും കിട്ടുന്ന വാല്യൂവിന്റെ മിനിമം ആണ് എടുക്കേണ്ടത്. സോ 6 മൈനസ് 0 ഈസ് 0 ആൻഡ് 10 മൈനസ് 3 ഈസ് ഈക്വൽ ടു 7. So we have got two values 6 and 7 and we will take the minimum of that, and that is 6. R-ന്റെയും A-ന്റെയും മിനിമം വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 6 ആണ്. ആൻഡ് നെക്സ്റ്റ് ഇവന്റ് 1. ഇവന്റ് 1ന്റെ ഈ L എങ്ങനെ കാണും? L കാണാൻ we have two choices. ഇവിടെ നിന്ന് 2 ആരോസ് പോകുന്നുണ്ട്. സോ 6 മൈനസ് 5 means 1. 6 മൈനസ് 6 gives 0. സോ 2 ചോയ്സ് ആണുള്ളത്, 0യും 1ഉം. and we will take the minimum of them. What is the minimum of 0 and 1? It is 0. അപ്പോ L-കൾ കാണാനും നമ്മൾ പഠിച്ചു, നേരത്തെ E-കൾ കാണാനും നമ്മൾ പഠിച്ചു. E represents the earliest starting time and L represents the latest starting time. ഓക്കെ, അപ്പോ അടുത്ത ഒരു എക്സാമ്പിളും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്.
Based on the information given in the table about the activities of the project, determine the latest time for the events by performing backward pass. Backward pass നടത്തി ഒരു ആക്ടിവിറ്റികളുടെയും ലേറ്റസ്റ്റ് സമയങ്ങൾ കണ്ടെത്തുക എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇതും നമ്മൾ മുന്നേ പ്രോസസ് ചെയ്ത സെയിം നെറ്റ്വർക്ക് ആണ്. സോ നോ നീഡ് ഫോർ ദ ഡിസ്കഷൻ അബൌട്ട് ദ നെറ്റ്വർക്ക്. ആൻഡ് വി വിൽ സി നമുക്ക് ABCDE 5 ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ 5 ആക്ടിവിറ്റീസുകളെയും കണക്ട് ചെയ്യുന്ന 5 ഇവന്റുകൾ ഉണ്ട്. ആൻഡ് ഫിഫ്ത് ഇവന്റ് റെപ്രസെന്റ്സ് ദ എൻഡിങ് ഇവന്റ്. അപ്പൊ എൻഡിങ് ഇവന്റ് നമ്മൾ നേരത്തെ കണ്ടെത്തിയിരുന്നു 8 ആഴ്ചയാണ് ടോട്ടൽ ഡ്യൂറേഷൻ സമയം എന്ന് ഈ കണ്ടെത്തിയ സമയത്ത് കണ്ടെത്തിയിരുന്നു. ഇനി നമ്മൾ ബാക്ക്വേർഡ് പാസ് ചെയ്യാണ്. ബാക്ക്വേർഡ് പാസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞ്, അപ്പൊ ആരോ നോക്കി, ഇവിടുന്ന് ഒരു ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടുന്ന് ഒരു ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടുന്ന് ഒരു ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഏതിൻ്റെതും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇത് നോക്കുക, കാരണം ഇതിൽ നിന്നും ഒരു ആരോ മാത്രമേ ഇങ്ങോട്ടുള്ളൂ. ഈ 4ഉം 2ഉം നോക്കുന്ന സമയത്ത് ഇതിന് ഇവിടുന്ന് ഒരു ആരോ വരുന്നുണ്ട്, ഇവിടുന്ന് ഒരു ആരോ വരുന്നുണ്ട്. ഈ 4 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ആരോ ഉണ്ട്, ഇവിടുന്ന് ഒരു ആരോ ഉണ്ട്. സോ 2 ആരോ വരുന്നത് നമ്മൾ സെക്കൻഡറി ആയിട്ട് പരിഗണിക്കുക. ഒറ്റ ആരോ മാത്രം വരുന്നതാണ് ഏത്? സി. അപ്പോ 8 എന്നുള്ള ഈ ഒരു നമ്പറിൽ നിന്നും, അതായത് ഇവന്റ് 5ന്റെ L വാല്യൂ ആണ് 8. ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം ഓഫ് ഇവന്റ് 5 ഈസ് 8. അതിൽ ഇനി ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം ഓഫ് ഇവന്റ് 3 ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 8ാമത്തെ ആഴ്ച ഇത് സംഭവിച്ചാൽ ഇത് എത്രാമത്തെ ആഴ്ച സംഭവിക്കണം? 8ാമത്തെ ആഴ്ച സംഭവിക്കുന്നതിന് മുമ്പ് 4 ആഴ്ചയാണ് ആക്ടിവിറ്റി സിക്ക് എടുക്കുന്ന സമയമെങ്കിൽ ഇത് 4ാമത്തെ ആഴ്ചയെങ്കിലും സംഭവിക്കണം. സോ ആക്ടിവിറ്റി ഇവന്റ് 3 ക്യാൻ occur on 4. After that there is 4 weeks time for activity C and it will get completed in the 8th week. അപ്പൊ 8ാമത്തെ ആഴ്ച 5ാമത്തെ ഇവന്റ് സംഭവിക്കണമെങ്കിൽ 3ാമത്തെ ഇവന്റ് അതിന്റെ 4 ആഴ്ച മുന്നെങ്കിലും സംഭവിക്കണം. സോ ദ L വാല്യൂ ഓഫ് 3 ഈസ് 4. കിട്ടിയത് മനസ്സിലായല്ലോ? ഈ L മൈനസ് ഈ ഡ്യൂറേഷൻ ചെയ്താൽ ഇതിന്റെ L കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ L-ഉം കാണാം, ഇതിന്റെ L-ഉം കാണാം. ഓക്കെ, അപ്പോ ഇതിന്റെ L കാണാൻ എന്ത് ചെയ്യണം? ഇവിടുത്തെ L വാല്യൂ മൈനസ് ഈ ഡ്യൂറേഷൻ, ഇവിടുത്തെ L വാല്യൂ മൈനസ് ഈ ഡ്യൂറേഷൻ, ഇത് രണ്ടും ചെയ്തിട്ട് അതിന്റെ മിനിമം വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ L വാല്യൂ 4 ആണ്, ഇത് 0. 4 മൈനസ് 0 4. ഇവിടുത്തത് 8 ആണ്, 8 മൈനസ് 3 5. So we have got 4 5 2 options and we will take minimum of 4 and 5, that is 4. ഇത് നോക്കൂ, ഇവിടെ 2 ചോയ്സുകളാണുള്ളത്. ഈ 4 മൈനസ് 0 that is 4, 8 minus 2 that is 6. So we have got 2 choices, 4 and 6, and we will take the minimum of them 4. ഇനി ഇതിന്റെ വാല്യൂ, ഇതിന്റെ L വാല്യൂ കാണാൻ 4 minus 4 that is 0, 4 minus 3 that is 1. So we have got 2 values 1 and 0 and we will take 0. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവന്റ് വിൽ എൻഡ് അപ്പ് ഇൻ 0. ഏത് കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞാലും 1ാമത്തെ ഇവന്റ് എത്തുമ്പോഴേക്കും അത് 0 തന്നെ ആയിരിക്കും ബാക്ക്വേർഡ് പാസിൽ. അപ്പൊ ബാക്ക്വേർഡ് പാസും ഫോർവേഡ് പാസും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ കാണുന്ന സമയത്ത് ഇവിടുത്തെ ഇനോട് ഡ്യൂറേഷൻ കൂട്ടിയാൽ ഇവിടുത്തെ ഇ കിട്ടും, ഇവിടുത്തെ എല്ലിനോട് ഡ്യൂറേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ല് കിട്ടും. അപ്പോ ഇവിടെ വരുന്ന സമയത്ത് ഫോർവേഡ് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂട്ടി പോവാണ്. ആ കൂട്ടി പോകുന്ന സമയത്ത് മാക്സിമം വാല്യൂ ഏതാണോ വരുന്നത് അതാണ് എടുക്കേണ്ടത്. ബാക്ക്വേർഡ് പാസ് ചെയ്ത് വരുന്ന സമയത്തോ 2-3 ഡയറക്ഷനിലൂടെ നമുക്ക് കുറച്ച് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ കിട്ടുന്നത് അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഈ പ്രോബ്ലം കൺഫ്യൂഷൻ വരുന്ന ആളുകൾക്ക് നേരിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ 1-2 തവണ വർക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. സോ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരാം, നിങ്ങൾ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യണം നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ കേൾക്കുന്നതിന് മുമ്പ്. സോ ഐ ആം ഗിവിംഗ് യു എ നെറ്റ്വർക്ക് with 1 2 3 4 5 6 events and 6 activity A B C D E F. The durations also given below the arrow marks, and what you have to do is to conduct the forward pass and backward pass on the same network and find the minimum time of completion of the entire project, find the earliest occurrence time of each event, find the latest occurrence time of each event. നേരത്തെ നമ്മൾ ചെയ്ത പോലെ 1ൽ 0 വെച്ച് തുടങ്ങിയിട്ട് ഫോർവേഡ് പാസ് ചെയ്യുക. അങ്ങനെ
ടോട്ടൽ പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം കിട്ടും. ആ 6ൽ നിന്നും ബാക്ക്വേർഡ് വന്നിട്ട് ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് രണ്ടും 2 ബോക്സുകളാക്കിയിട്ട് തന്നെ ഇതിൽ എഴുതി ചെയ്തു നോക്കുക. ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ് മൈ ക്ലാസ്, ആൻഡ് വി വിൽ സീ in the next video. Thank you.